I'm very proud of the fact that I'm self-made. So don't come to me with this marriage bullshit and all. I'm not taking it from anybody. Sorry. നിങ്ങൾ അവിടെ ഇരുന്ന് പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. I'll be doing my work and going on with it. So, see, there was a time when I was affected, but I was like, hello, I know who I am. Like my friends always remind me. They don't give me a chance to kind of, അത് മറക്കാൻ സമ്മതിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. റിമ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മാരേജ് ആഷിഖിന്റെ ലൈഫിൽ യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല, യുവർ ലൈഫ് ലൈക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. And to a large extent ഇത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാന്ന് തോന്നും എനിക്ക്. അതായത് ഇത് like all this messaging is very invisible. No, nothing is concrete. It's not like, you know, ഇങ്ങനെ ആവണമെന്ന് നമ്മളെ മറ്റേ ജനറേഷണൽ ആയിട്ട് ഇതിങ്ങനെ എവിടേക്കോ എയറിൽ നിൽക്കുന്നതൊക്കെയാണല്ലോ, പിന്നെ നമ്മൾ കാണുന്നതും ഒക്കെ ആയിട്ടാണല്ലോ ഈ മെസ്സേജിങ് വരുന്നത്. കുറേയൊക്കെ like, you know, I could have only said like no, but കുറേയൊക്കെ you also role play into that perfect situation, and then you're like, why am I role playing? I don't have to do it. Nobody's asking me to do it. But why? But the validation works. Okay, you feel happy when somebody says that, oh, what a lovely home. But nobody cares. Like, all these things, no? So I also took a lot of time to kind of figure out this institution, this system. The love is, and the person is not related only here. This institution doesn't work for me. This system doesn't work for me. I don't even think it was designed for women. I think it's not for us. It's for the men, designed by men. അപ്പോൾ എനിക്ക് ആ സിസ്റ്റം എനിക്ക് ഇപ്പോഴും വർക്ക് ആവുന്നില്ല. ലൈക്ക് യു നോ, ഐ റിഗ്രറ്റ് സൈനിങ് ദാറ്റ് ഡോക്യുമെൻറ്റ് ബിക്കോസ് ഐ ഫീൽ I don't need somebody saying that, okay, we agree that you love this person now. I have a huge problem with that document, and I don't need it. If I love somebody, I know how to love them with all my heart and soul. റിമ ആൻഡ് ആഷിഖിനെ പോലെ ലിബറൽ സ്പേസിൽ അല്ലെങ്കിൽ ലിബറൽ മൈൻഡോടുകൂടി ജീവിക്കുന്ന രണ്ടുപേരുടെയിലും മാരേജ് ഒരു പ്രോബ്ലം തന്നെയാണോ? മാരേജ് ഒരു പ്രോബ്ലം അല്ല, ഞങ്ങളുടെ ഇടയിലല്ല പ്രോബ്ലം. മാരേജ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രോബ്ലം. അല്ലല്ല, അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ ഇതൊരു പ്രോബ്ലം അല്ല, പക്ഷെ ഇതൊരു പ്രോബ്ലമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ദിസ് ഡസൻറ്റ്, ഇറ്റ്സ് നോട്ട് ആഡിങ് എനിത്തിങ് ടു യുവർ ലൈഫ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് ഇത് കൊണ്ടുവരുന്നത്. അപ്പം ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു പ്രോബ്ലം അതാണ്. ഞങ്ങൾ തമ്മിൽ ഇതിൽ എന്താ പറയുക, ഞങ്ങൾ പണ്ട് പ്രേമിച്ചത് പോലത്തെ അതിനേക്കാളും സുന്ദരമായിട്ടാണ് ഇപ്പം പ്രേമിക്കണത്. അതിന് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ എന്താണ് ഇത് കല്യാണം, മാരേജ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ സിസ്റ്റം ആൻഡ് എവറിത്തിങ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. പിന്നല്ലാണ്ട് ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാൻ പോലും അങ്ങനൊന്നും, പക്ഷെ നമ്മുടെ പാരൻസ് ഉണ്ട്, ഇവർക്ക് ഇതെന്തോ വലിയ സമാധാനം ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, we are just thinking it's a signature. No, it's a trap. Okay, it's not a signature. It is so much that comes with it. As in, you know, and you don't realize it. You're just thinking, it's okay, I'll figure it out. No, it's like centuries of conditioning that comes with it, and you know, and I think today's generation is figuring it out. Maybe because they're watching all of us. ആഷിഖിനോട് ചോദിച്ചാലും ഇതേ ഉത്തരമായിരിക്കും കിട്ടുക? ഇല്ല, ഒരിക്കലും ആയിരിക്കില്ല. ആഷിഖിനോട് ചോദിച്ചാൽ വേറെ ഉത്തരമായിരിക്കും. ആഷിഖ് വേറൊരാളല്ലേ. ആഷിഖിന് ആഷിഖിൻ്റെതായ തോട്ട് ഉണ്ടാവും ഇതിനെ പറ്റിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മോർ ഓർ ലെസ് വി കൈൻഡ് ഓഫ് സിങ്ക്. ദാറ്റ് ഇസ് വൈ വി ആർ സ്റ്റിൽ ടുഗെദർ. അല്ലെങ്കിൽ എന്ന് ഇടിച്ച് പിരിഞ്ഞു പോയിണ്ടാവും. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഭയങ്കര സ്ട്രോങ് ഹെഡഡും ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ the only thing that is keeping us together is love, not that certificate. തിയേറ്ററിലേക്ക് പോസ്റ്ററില് റീമ തെങ്ങ് കയ്യിൽ നിൽക്കുന്നൊരു കഴിഞ്ഞ 2 മാസമായിട്ട് മലയാളീസിനെ ട്രോൾ ചെയ്യണത് അത് വെച്ചിട്ട്. How do you look at it? Very good marketing hold we have got now suddenly. പക്ഷേ അതിൽ ആ സിനിമയിൽ ആ ക്യാരക്ടറിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണ്.
that you know she does everything in that island. എല്ലാ ജോലികളും അവർ സ്വന്തം ചെയ്ത് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ വല്ലാത്ത ടൈമിംഗ് ആയിപ്പോയി അത്. തേക്കപ്പെട്ട സുന്ദരി നമുക്ക് നോർത്തിൽ ജസ്റ്റ് ഒന്ന് പക്ഷേ ലൈക്ക് a lot of our single friends and all these like you know friends who are getting into relationships and getting broken hearts, they're like, yes, I'm that Tekkapetta Sundari. He was like trending at that time. Yeah, so തെങ്ങേറ്റൊക്കെ പഠിച്ചു. ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ചെന്നപ്പോൾ തന്നെ 6 pack ഒക്കെ ആയിട്ടൊരു ചേട്ടൻ, അടിപൊളി. ഓ മൈ ഗോഡ്, ഹീസ് ഗോട്ട് സച്ച് എ ഫിസിക്. ആൻഡ് മൂപ്പര് ഇങ്ങനെ വരെ സിമ്പിളാണ് ഇങ്ങനെ പിടിച്ചിട്ട്. മൂപ്പർക്ക് സിമ്പിളാണല്ലോ, മൂപ്പര് എല്ലാ ദിവസം ചെയ്യണല്ലേ. ഭയങ്കര സിമ്പിളാണ്, ഇത് ഇങ്ങനെ പിടിക്കാം, ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ അങ്ങനെ ഓക്കെ. നമുക്ക് 2 ചെയ്യാൻ പറ്റും. ലൈക്ക് അങ്ങനെ കുറേ ദിവസം ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഒരു വിധത്തിൽ ചെയ്തത്. അപ്പോൾ അത് ഒരെണ്ണം ചെറുതായിരുന്നേ. The other one was some really tall one. That is the first shot of the film. That was really tall. അപ്പോൾ അതിന് they got me a harness and we trained. അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ it was so much fun. ഭയങ്കര രസമായിരുന്നു. എനിക്ക് എൻ്റെ പേരിന് സമാനമായി അവസാനം നല്ല 1-ാം മരം കയറിയായി ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്ലറ്റിക്, ഐ മീൻ അങ്ങനത്തെ ഫിസിക്കൽ സംഭവങ്ങൾ ചെയ്യാനും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഐ കീപ് സേയിങ്, എനിക്ക് തരൂ, എനിക്ക് വേറെ ചാലഞ്ചസ് തരൂ, എനിക്ക് എന്താണെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. സിനിമയ്ക്ക് വേണ്ടി ലേൺ ചെയ്ത എന്തെങ്കിലും സ്കിൽ സെറ്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ റൈഡിങ് എ ബൈക്ക് അങ്ങനെ എന്തെങ്കിലും? ഐ നോ ഹൗ ടു റൈഡ് എ ബൈക്ക്, പക്ഷേ ഞാനത് ഫിലിമിൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ പല ഇത് ഫിസിക്കലി പറഞ്ഞ പോലെ ഞാൻ എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയിൽ ഒരു പാമ്പിനെ കഴുത്തിലിട്ടിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പാമ്പിനെ കഴുത്തിലിടുമോ? ആടാ. മലമ്പാമ്പിനെ കഴുത്തിലിടുമോ? ആടാ. ഭയങ്കര ധൈര്യത്തിൽ നിൽക്കുകയാണ് ഞാൻ. മലമ്പാമ്പിൻ്റെ മണം ഉണ്ടല്ലോ, ഇതിങ്ങനെ നമുക്ക് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ദാറ്റ് സ്മെൽ ഇസ് റിപ്പല്ലിങ്. ഇതിലേക്ക് ആ ഷോട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണിലേക്ക് വെള്ളം വന്നിട്ട് പേടിച്ചിട്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ കെട്ടി തൂക്കിയിട്ടിട്ട് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഫ്ലൈറ്റിൻ്റെ മുകളിലേക്ക് ചാടി കയറിയിട്ടുണ്ട് വിത്തൗട്ട് ഹാർനസ്. ഇതൊക്കെ അങ്ങനെ ലൈക്ക് യു നോ ഐ ലവ് ഡൂയിങ് സച്ച് സ്റ്റൺസ്. സോ യു നോ ഐ റിയലി വിഷ്. Actually, ഞാൻ മാത്രമല്ല കേട്ടോ, ലൈക്ക് ഐ എം ഷുവർ all these female actors are just waiting for somebody to write something different for them other than the run of the, because look at the talent pool we have here. Look at Divya Prabha, Darshana, Parvati, Kani. Like look at these brilliant women. Like you know, I really want to see more from all of them. Abarna Balamurali. Like after her, you know, I'm ഞാൻ നാഷണൽ അവാർഡ് കിട്ടിയിട്ടാണ് കേട്ടോ സൂര്യ പോർട്രേ കാണുന്നത്. ഒത്തിരി ലേറ്റായി. അപ്പോൾ പക്ഷേ ഐ വാസ് ബ്ലോൺ അവേ ബൈ you know her performance in that, and I'm waiting to see that again, you know, on screen. Like I don't know, പൂർവ്വശി ചേച്ചിനാണെങ്കിലും ഒക്കെ എനിക്ക് മതിയാവുന്നില്ല ഇവരൊക്കെ സ്ക്രീനിൽ കണ്ടിട്ട്. ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറബിൾ ക്യാരക്ടർ, സം ക്യാരക്ടർ ദാറ്റ് ഈസ് ക്ലോസ് ടു യുവർ ഹാർട്ട് ഏതായിരിക്കും? ഇപ്പം റീസെൻ്റ്ലി ഞാൻ അഞ്ജലി മേനോൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതെനിക്ക് ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ചെയ്തൊരു അത് ഇറ്റ്സ് ഓൾസോ ബിക്കോസ് ഞാൻ നാട്ടന കൈരളിയിൽ വേണുജീനെ അറിയും, കപില വേണുജി. അപ്പോൾ വേണുജിയുടെ ഒരു നാട്ടന കൈരളിയിൽ ഹി ഹാസ് എ ആക്ടിങ് വർക്ക്ഷോപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു 2 ഫേസ് ഒക്കെ ഞാൻ ചെയ്ത് ലൈക്ക് യു നോ ഹി കൈൻഡ് ഓഫ് ടേക്സ് യു ക്ലോസർ ടു ഹൂ യു ആർ ആൻഡ് ക്ലോസർ ടു യുവർ ഇമോഷൻസ് in such a way that you can harness it when you need it. Like he has been, ഞാൻ എൻ്റെ ലൈഫിൽ ഗുരു എന്നുള്ളൊരു സ്ഥാനത്ത് അങ്ങനെ ഞാൻ ഇപ്പം ശ്യാം സാറിനെ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വേണുജി ഹാസ് റിയലി ഓപ്പൺഡ് അപ്പ്, എന്തോ ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നത് ഓപ്പൺ അപ്പ് ചെയ്തിട്ടുള്ളൊരു ഗുരുവാണ് എനിക്ക് വേണുജി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നൊരു വർക്കായിരുന്നു അഞ്ജലിയുടെ കന്യ. there is this moment where I have to be very, very like vulnerable. Like I had to break my heart open and let go of every ego shred in my body to
finally, like, you know, confront my friend in that film. ഞാൻ അത്രയും വൾണറബിൾ ആയിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ അതിന് മുമ്പ് നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ആസ് എൻ ആർട്ടിസ്റ്റ്, വെൻ ഐ ലുക്ക് അറ്റ് മൈ സെൽഫ്, ഐ ഫീൽ so closely with that moment where I broke down in front of Padma Priya's Gauri, and that was a single take, and I remember we were all crying at the end of that scene, that shot. I will always remember that, because a lot of women on that set, and female friendships are very, very different and very unique and very potent in a different way, right? I think explain to you, like a female friendship factor on explain Jiyam. How like different is it? It's full of contradictions. No, you love them to bits and you hate them to bits at the same time. Like, you know, because you know them so well and they're almost your mirror. അപ്പോൾ നമുക്ക് എല്ലാ ഇമോഷൻസും അതേപോലെ കാണിക്കാനും പറ്റുള്ളൂ, ബിക്കോസ് ദേ ആർ സോ ക്ലോസ് ടു യു ആൻഡ് ദേ ആർ നോട്ട് ഗോയിങ് ടു ലീവ് യു അറ്റ് എനി, എന്തും സംഭവിച്ചാലും. സോ യു ഓപ്പൺ യുവർ സെൽസ് അപ്പ് ടു ദെം ആൻഡ് they've seen everything. Like, you're naked in front of them. I don't know if men do that. But male friendships are more celebrated because they're celebrating it. We should also celebrate. I mean, good for them, yeah. See, they have found a balance there and it works for them. ഞാനത് നിങ്ങളത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഞാനതൊരു കുറ്റമോ കുറവായിട്ടും കൂടിയല്ല പറയണത്. That is how you people function. But this is how we function and we should celebrate this, because you know what, ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്ഷിപ്സ്, എൻ്റെ റിലേഷൻഷിപ്സ് ആണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. എന്നെ മറ്റേ നിലത്തുനിന്ന് ഇങ്ങനെ വാരി കൊണ്ടുപോയിട്ടുണ്ട്. ബിക്കോസ് ഐ ഹവ് ബീൻ ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് വേർ ഐ ലൈക്ക് ദാറ്റ് ലോ ഇൻ ലൈഫ്. എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടാണ് നമ്മളെ പിടിച്ച് കൊണ്ടുപോയി, who show you who you are, who keep reminding you that this is it, like, you know. With somebody like me who has major imposter syndrome, you know, I need constant reminders that, you know, no, I'm like, okay. I'm a coach. ആഷിക്കും റിമയായിട്ടുള്ള ഈ ഫിലിംസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആൻഡ് യുവർ കോൺവെർസേഷൻസ് അബൌട്ട് അതെങ്ങനെയാണ്? ഓർ യു ഓൾവേസ് ഓൺ ദ സെയിം പേജ്? അല്ല, സിനിമയുടെ ടേസ്റ്റും ഡിഫറെന്റ് ആണ് അല്ല? അതും ഡിഫറെന്റ് ആണ്. ആക്ച്വലി വി ആർ വെരി ഡിഫറെന്റ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ലൈക്ക് ഹി സോ എനാമേർഡ് വിത്ത് ദിസ് ഹോൾ AI thing coming in and technology, cameras. I am on the other side of the spectrum. I am like old school. I am going to be outdated in no time because I have no idea what AI is. And I don't know how to work with all these GPTs and all of that. I like, അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഡിഫറെൻ്റാ. ലൈക്ക് ഐ എം ഓൾ അബൌട്ട് ദ കോർ, അബൌട്ട് വേർഡ്സ്. ഐ സ്റ്റിൽ റൈറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ടൈപ്പിംഗ്. ലൈക്ക് അങ്ങനെ ഇവൻ അതിൻ്റെ അപ്പുറത്തെ സ്പെക്ട്രമാണ്. ലൈക്ക്, യുനോ, ഹി ടോക്സ് ലൈക്ക് സിറി, അത് ഇവർ എല്ലാവരുമായിട്ട് സംസാരിച്ചു, ലൈക്ക്, യുനോ. അപ്പോൾ ആൻഡ് ഓൾസോ വെൻ ഇറ്റ് കംസ് ടു സിനിമ വാച്ചിങ്, റീഡിങ്, അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഡിഫറെൻ്റാണ് ശരിക്കും. So, but which is also good, right? Yeah. So we, opinions, and we're always throwing it at each other and fighting about it, yeah. എഴുത്തിലൊക്കെ ഇപ്പോൾ ആഷിക്കിന്റെ പടങ്ങളുടെ സ്ക്രിപ്റ്റ്സിലൊക്കെ do you like get involved? Discussions. Yeah, discussions, yes. I clearly tell him if something doesn't work for me. I would like, you know, that kind of stuff does happen. Yeah, but no, I don't think I'm getting, like, just like, you know, and the identity, ഈ മാരേജ് കൊണ്ട് എന്താ പറയുക, ചേഞ്ച് ആവരുതെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ ആഷിക്കിൻ്റെ ഐഡൻറ്റിറ്റി ഈസ് ആഷിക്സ് ഐഡൻറ്റിറ്റി, ആൻഡ് വാട്ട് ഹീ ഡസ് ഇൻ സിനിമ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഐ വോണ്ട് ടു ഡു ഹിയർ ഓൾസോ. ഞങ്ങൾ രണ്ട് മനുഷ്യനാണ്. എന്തോ അറിയാതെ ഒരു സൈൻ ഇട്ട് പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ.